ദൈവത്തിൻ്റെ പരിശുദ്ധമാകുന്ന നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനവുമായി വീണ്ടും ദൈവജനത്തിൻ്റെ മുന്നിൽ കടന്നു വരുവാൻ കാണാം. കർത്താവ് വീണ്ടും ഒരു അവസരത്തെ കൂടി ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുക. ഓരോ ദിവസവും നമ്മളെ അത്ഭുതമായി വഴി നടത്തുന്ന ഒരു ജീവനുള്ള ദൈവം നമുക്കുണ്ട്. നമ്മളൊക്കെ എത്രയോ സന്തോഷത്തോടെ കഴിയുന്നത്. കർത്താവ് നമ്മളെ എത്രയോ അതിശയമായിട്ട് ഓരോ ദിവസം പോറ്റി പുലർത്തുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെയും തന്ന്, നമുക്ക് ആഹാരം തന്ന്, നമ്മുടെ സകല കാര്യങ്ങളെയും നടത്തി നമ്മളെ ഓരോ ദിവസവും ദൈവം വഴി നടത്തുന്നു. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു കുറവും ഒരു മുട്ടും വരത്തില്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. മറ്റുള്ളവർ പോരായ്മകളും കുറവുകളും നമ്മൾ കണ്ടെത്തും. എന്നാൽ നമ്മുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ പോരായ്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്ന് പലരുടെയും സ്വഭാവം അതാണ്. അവനവൻ്റെ കുറവുകളെ നോക്കാതെ മറ്റുള്ളവരുടേതായ കുറവുകളെ നോക്കി, അവരുടെ ബലഹീനതകളെ നോക്കി അവരെ വിധിക്കും നമ്മൾ. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നിൻ്റെ സ്വന്തം കണ്ണിലിരിക്കെ വലിയൊരു കോലിരിക്കുക, അത് അവിടെ ഇരിക്ക ചെയ്ത് നീ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടിനെ നോക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനമാണ്. നിൻ്റെ സ്വന്തം കണ്ണിലെ കോല് മാറ്റിയതിന് ശേഷം നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരടിനെ കാണുവാൻ ശ്രമിക്കണം. ഇത് പറയുവാൻ കാരണം, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുത്തിൽ കൊണ്ടിരുന്നു. അവർ യേശുവിൻ്റെ മുന്നിൽ അവളെ നിർത്തിയിട്ട് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ പറയുന്നത്, വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പഴയ നിയമത്തിൽ വായിക്കുന്നത്. ഞങ്ങളങ്ങനെ ചെയ്തു പോരുന്നു, ഞങ്ങളങ്ങനെ പ്രവർത്തിച്ചു പോരുന്നു. ഇവളെയും നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്, നീ എന്താണ് ഇതിന് അഭിപ്രായം പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങളങ്ങനെ പറയുന്നു, വിശ്വാസമുണ്ട്, പ്രമാണമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയണം. ഇത് പറഞ്ഞിട്ട് യേശു നിലത്ത് നോക്കി തൻ്റെ വിരൽ കൊണ്ട് മണ്ണിൽ എഴുതിക്കൊണ്ടേയിരുന്നു. അല്പം കഴിഞ്ഞ് യേശു തല ഉയർത്തി നോക്കിയപ്പോൾ ആ എറിയുവാൻ വേണ്ടി കല്ല് പൊങ്ങിയുന്ന ഒരുത്തരെ പോലും അവിടെ കാണുവാൻ സാധിച്ചില്ല. ആ സ്ത്രീ മാത്രം അവിടെ ശേഷിച്ചു. യേശു ആ സ്ത്രീയോട് ചോദിക്കുന്നു, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലയോ? അപ്പോൾ യേശുവോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇനിമേലിൽ നീ പാപം ചെയ്യരുത്, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. നോക്കിക്കേ, ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പാപം ചെയ്തതിന് അനുസരിച്ച് നമ്മളെ ശിക്ഷിക്കാൻ നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ ആരും കാണത്തില്ല. നമ്മുടെ പാപങ്ങളെ ദൈവം അതിനുള്ള ശിക്ഷ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളാരും ഈ ഭൂമിയിൽ ജീവനോടെ കാണത്തില്ല. കാരണം നമ്മളൊക്കെയും കൊടും പാപികളാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തെ പരിഹരിക്കുവാനും അത് ക്ഷമിക്കുവാനും കർത്താവ് ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഒരു മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നു, എന്നാൽ ബാക്കി 4 വിരൽ നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നത്. ഓർത്തു നോക്കണം, നമ്മൾ ഒരു മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ ബാക്കി 4 വിരലും നമ്മുടെ നേരെയാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളൊരു മനുഷ്യനെ വിധിക്കുവാൻ വേണ്ടി നമുക്ക് അവകാശമില്ല. വിധിക്കുവാനുള്ള അവകാശം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ കൂടി നമ്മളെ പണിയും. ചില പൊട്ടിപ്പോയ തകർന്ന പാത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ച് പണിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. കുശവൻ്റെ വീട്ടിലെ കളിമണ്ണിനെ കുറിച്ച് കർത്താവ് ഉപമയിൽ കൂടെ പറയുന്നുണ്ട്. പല പ്രാവശ്യം അവൻ ചക്രത്തിന്മേൽ വെച്ചു അതിനെ പണിയുവാൻ വേണ്ടി. എന്നാൽ പല പ്രാവശ്യവും അത് പൊട്ടിപ്പോയി. എന്നാൽ പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് അതിനെ എടുത്ത് അവൻ കുപ്പയിൽ കളയുന്നില്ല. അവൻ വീണ്ടും അതിനെ തൻ്റെ ചക്രത്തിൽ വെച്ച് അതിനെ പണിയുന്നു. അവസാനം അത് നല്ല ഒരു പാത്രമായി രൂപാന്തരം പ്രാപിച്ചു. അതെ, വളരെ മനോഹരമായൊരു പാത്രമായി. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ പണിയുന്നത്. നമ്മുടെ പാപങ്ങൾ എത്ര ആയിരുന്നാലും, എത്ര കടിഞ്ഞുമുമ്പായിരുന്നാലും അതിനെ ദൈവം
ക്ഷമിച്ച് നമുക്ക് പിന്നെയും നമ്മൾ ക്ഷമിക്കുകയാണ്, നമ്മളെ സ്നേഹിക്കുകയാണ്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ എത്ര പാപിയാണ്. ഇന്ന് പലരും ചെയ്യാവുന്ന പാപങ്ങളൊക്കെയും ചെയ്തിട്ട് മാന്യന്മാരെ പോലെ ജീവിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം കൊണ്ടും തികഞ്ഞവരാണെന്നുള്ളൊരു മനോഭാവമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ നശിപ്പിച്ചു കളഞ്ഞു. കർത്താവ് പറഞ്ഞാൽ നീതിമാന്മാർ ഒരുവൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ നശിപ്പിച്ചു കളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു മനുഷ്യനെ വിധിക്കാനുള്ള അവകാശം, ഒരു മനുഷ്യനെ കുറ്റം ചുമത്താനുള്ള അവകാശം നമുക്കില്ല. ആദ്യമേ നമ്മുടെ പാപങ്ങളെ നമ്മൾ എന്താണെന്ന് ചിന്തിക്കുക, നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ആ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അതിശയമായി വഴി നടത്തും. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവ് ആരെയും നശിപ്പിക്കാൻ ഒരുങ്ങുന്നില്ല. കർത്താവ് ആരെയും ശിക്ഷിക്കത്തില്ല. കാരണം നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ക്രൂശിക മരണം സ്വീകരിച്ചത്. തൻ്റെ സ്വന്തം രക്തം നമുക്ക് ഊറ്റിത്തന്ന് നമ്മുടെ ജീവൻ്റെ വിലയാകുന്ന ആ യേശുക്രിസ്തു നമ്മുടെ ജീവനെ, അതെ, അവൻ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ആ ജീവൻ നമുക്ക് വേണ്ടി ദാനം തരികയായിരുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കണം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കണം. ആരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നന്മയ്ക്കും കുറവരിയില്ല. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള പറഞ്ഞാൽ ഈ ചെറിയ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.